ഇൻസ്ട്രുമെൻറ്റേഷൻ. ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് 1970 തൊട്ടാണ് തുടങ്ങിയത്. മൈക്രോ പ്രോസസ്സർ ടെക്നോളജി സിസ്റ്റംസ് മെഷീൻസുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലാണ് നമ്മൾ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നൊരു കൺസെപ്റ്റ് തന്നെ ഉടലെടുത്തത്. ഓക്കെ, ഇതിന് 3 ഫേസസ് ഉണ്ട്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ അനലോഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മെഷർ ചെയ്യുന്ന അനലോഗ് മെഷറിംഗ് ഡിവൈസസ് ആണ് ഇതിൻ്റെ പ്രൈമറി സ്റ്റേജ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തേക്കുവാണ്, അതായത് ഡിജിറ്റൽ എക്യുപ്മെൻറ്റ്സ് എല്ലാം യൂസ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഈ അനലോഗ് സിഗ്നലിനെ കൺവേർട്ട് ചെയ്ത് ഡിജിറ്റലാക്കി അതിനെ പ്രോസസ്സ് ചെയ്യുകയായിരുന്നു. തേർഡ് ഫേസസ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ എല്ലാം കൂടി ഇൻസ്റ്റാൾ ചെയ്ത്, അതായത് ഇതിൻ്റെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് അടുത്ത ഫേസായിട്ട് നമുക്ക് മാറ്റാൻ കഴിഞ്ഞത്. വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അതുകൊണ്ട് ഒരുപാട് പ്രൈസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പറേഷൻ സ്പീഡ് കൂട്ടാനും മൂന്നാമത്തെ ഫേസ് കൊണ്ട് കഴിയും. അതായത് കമ്പ്യൂട്ടറിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തൊട്ട് നമുക്ക് അതിൻ്റെ കോസ്റ്റ്, പെർഫോമൻസ് എന്നിവയെല്ലാം കാര്യമായ രീതി മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിച്ചു. ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് കാണിക്കുമ്പോൾ ദീസ് ആർ ദി ആർക്കിടെക്ചർ ബ്ലോക്സ് ഓഫ് ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റേഷൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെൻസിങ് ട്രാൻസ്ഡ്യൂസർ, സിഗ്നൽ കണ്ടീഷൻ യൂണിറ്റ്സ് ആൻഡ് ഓസിലോസ്കോപ്സ്, റൊട്ടേറ്റിംഗ് ഡ്രം. ഓക്കെ, മെക്കാനിക്കൽ വലിയ ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു റൊട്ടേറ്റിംഗ് ഡ്രം ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻ ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റേഷനകത്ത്. പിന്നെ സിഗ്നൽ കണ്ടീഷൻ യൂണിറ്റ്സ് ഉണ്ട്, സെൻസിങ് ട്രാൻസ്ഡ്യൂസർ ഉണ്ട്. പിന്നെ ഇതെല്ലാം മാറി ഇപ്പോൾ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷനിലാണെങ്കിൽ നമ്മൾ ഈ ഡിവൈസസ് എല്ലാം മാറ്റി വിർച്വൽ കൺസെപ്റ്റിലാണ് വരുന്നത്. അതായത് നമ്മൾ പ്രോഗ്രാംസ് ചെയ്ത് വെച്ചേക്കുവാണ്, പ്രീ ഡിഫൈൻ ചെയ്ത് പ്രോഗ്രാംസ് ആക്കി മാറ്റി വെച്ചേക്കുവാണ്. ഓക്കെ, വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഈസ് an interdisciplinary field that merges sensing, hardware and software technologies in order to create flexible and sophisticated instruments for control and monitoring applications. നമ്മൾ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും പ്രയോജനം? ഉദാഹരണത്തിന് നമ്മുടെ ഏതെങ്കിലും ഇലക്ട്രിക്കൽ ലാബ്സ് എടുക്കാം. ഓക്കെ, ഒരു മെഷീൻ ലാബ് എടുക്കുക. അവിടെ ആണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഏതെങ്കിലും ടെസ്റ്റ് നടത്താനായിട്ട് ആ ടെസ്റ്റിംഗ് എല്ലാം നമ്മൾ വയേഴ്സ് എല്ലാം നമ്മൾ തന്നെയാണ് കണക്ട് ചെയ്ത് അതിൻ്റെ മീറ്റേഴ്സ് എല്ലാം കണക്ട് ചെയ്ത് റെഡിയാക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത്. അതിന് മുമ്പ് ചെക്ക് ചെയ്ത് എല്ലാം ചെയ്തിട്ട് നമ്മളാണ് പെർഫോം ചെയ്യുന്നത്. ബട്ട് ഇൻ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷനകത്ത് എന്തായിരിക്കും, നമുക്ക് ഈ പ്രോഗ്രാംസ് എല്ലാ എക്സ്പെരിമെൻറ്റ്സും ഓരോ പ്രോഗ്രാംസുമായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഏത് ടെസ്റ്റാണോ റൺ ചെയ്യേണ്ടത് ആ പ്രോഗ്രാം എടുക്കുക, എന്നിട്ട് ജസ്റ്റ് റൺ ചെയ്യുക. നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ഈ മെഷീൻസ് കണക്റ്റഡ് ആണ്. അപ്പോൾ ഏത് എക്സ്പെരിമെൻ്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത് ആ പ്രോഗ്രാം എടുത്ത് റൺ ചെയ്താൽ മാത്രം മതി. അപ്പം നമുക്ക് ഒരുപാട് ആക്യുറസി, ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് വിത്തിൻ എ ഷോർട്ട് ടൈം നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ പല ഘട്ടങ്ങളാണ്. അനലോഗ് മെഷർമെൻറ്റ് devices, data acquisition and processing devices, digital processing based on general purpose computing platform, distributed virtual instrumentation, etc. Okay, virtual instrumentation athula main parts are sensor module, sensor interface, system interface, processing module, database interface, user interface. ഞാൻ പറഞ്ഞു വിർച്വൽ ഇൻസ്ട്രുമെൻറ്റ്സിനകത്ത് എന്തൊക്കെയുണ്ട്. അതിനകത്താണെങ്കിൽ നമുക്ക് സെൻസർ വേണം. എന്തിനാ സെൻസർ? ടു സെൻസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓർ അതർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യും? ഒരു ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യാറുണ്ട് സെൻസർ മൊഡ്യൂളിനകത്ത്. എന്തിനു വേണ്ടിയാണ്? നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസിനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസായിട്ട് മാറ്റണം. നമുക്ക് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു അനലോഗ് ആയിരിക്കാം, മേ ബി നോട്ട് ഡിജിറ്റൽ. ഓക്കെ, സോ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുന്ന മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? ആ സിഗ്നലിനെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിൽ കൊടുക്കണം. അതാണ് സെൻസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മൊഡ്യൂളിലോട്ട് കൊടുക്കുകയാണ്. അവിടെ എന്ത് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോസസ്സിങ് മൊഡ്യൂളിൽ അതിനകത്ത് മൈക്രോ കൺട്രോളറോ മൈക്രോ പ്രോസസ്സറോ കാണും. അതിനകത്ത് ഈ ഗിവൺ ഡേറ്റ വെച്ച് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഹിയർ ഇറ്റ് ഷോസ് ആർക്കിടെക്ചർ ഓഫ് വിർച്വൽ ഇൻസ്ട്രുമെൻറ്റ്.
It consists of blocks: medical information system interface, user interface, processing module, sensor interface, sensor module, database, etc. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കിട്ടിയ ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്ത് വയ്ക്കണം. അങ്ങനെ അതിനു വേണ്ടിയാണ് ഡേറ്റ ഇൻ്റർഫേസ് യൂസ് ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബയോമെഡിക്കൽ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റ് എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. അവിടെ എന്തൊക്കെയാണുള്ളത്? സെൻസർ module detects physical signal and it will converted by using transducer. Okay, by using sensor interface we can convert this analog signal into digital signal. Okay, then it is given to processor, then it is stored in database. Okay, അതാണ് ഇതിൻ്റെ ഫ്ലോ ചാർട്ട്. ആദ്യം സെൻസർ സെൻസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ആ ഡേറ്റയെ, ആ സിഗ്നലിനെ നമ്മൾ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ വെച്ച് കൺവേർട്ട് ചെയ്ത് ഡിജിറ്റൽ പൾസസ് ആക്കും. ആ പൾസസ് നമ്മുടെ ചിപ്പിന്, മൈക്രോ കൺട്രോളറോ മൈക്രോ പ്രോസസ്സറോ അതിന് കൊടുക്കും. എന്നിട്ട് അത് പ്രോസസ്സ് ചെയ്യും. ആ ഡേറ്റയെ അനലൈസ് ചെയ്യുകയോ ഫ്ലോ ചാർട്ട് വരയ്ക്കുകയോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാം റൺ ചെയ്യിക്കും. എന്നിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ വർക്കിംഗ്. സെൻസർ മോഡ്യൂൾ signal condition and transfer it into a digital form for further manipulation. The database can also store configuration settings and signal records. Okay, group and physiological signals. Okay, electrical signals ഉണ്ട്, നോൺ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന സിഗ്നൽസ് ആണ് ഇലക്ട്രിക്കൽ ആകാം അല്ലെങ്കിൽ നോൺ ഇലക്ട്രിക്കൽ. ഇലക്ട്രിക്കൽ സിഗ്നൽസിൻ്റെ ഉദാഹരണം ഏതൊക്കെയാണ്? ഇലക്ട്രോ മയോഗ്രാഫ്, ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്, ഇലക്ട്രോ ഒക്കുലോഗ്രാഫ്, എക്സെട്ര. നോൺ ഇലക്ട്രിക്കലോ സ്കിൻ കണ്ടക്ടിവിറ്റി, ബ്ലഡ് പ്രഷർ, റെസ്പിറേറ്ററി റേറ്റ്, പെരിഫറൽ ബോഡി ടെമ്പറേച്ചർ, എക്സെട്ര. Sensor module consists of three main parts. First one sensor, second one signal conditioning, and the last one analog to digital converter. സെൻസർ എന്ന് പറയുന്നത് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? മെയിനായിട്ട് 3 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇംപ്ലാന്റഡ് സെൻസേഴ്സ്, ഓൺ ദ ബോഡി സെൻസേഴ്സ്, നോൺ കോണ്ടാക്ട് സെൻസേഴ്സ്. ആസ് ദി നെയിം ഇൻഡിക്കേറ്റ്സ്, ഇംപ്ലാന്റഡ് സെൻസേഴ്സ് പറഞ്ഞാൽ എന്തായിരിക്കും? ബോഡിക്കകത്തായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത്. ഓൺ ദി ബോഡി സെൻസേഴ്സ് എന്താണ്? അതാണ് നമ്മളിപ്പോൾ നവ ഡേയ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ECG, EEG, എക്സെട്ര. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് നോൺ കോണ്ടാക്ട് സെൻസേഴ്സ്. അതായത് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ലാതെ, അതായത് യൂസിങ് ഒപ്റ്റിക്കൽ സെൻസേഴ്സ് ഓർ ക്യാമറാസ്. ഉദാഹരണം നമ്മുടെ കോവിഡ് ടെസ്റ്റിംഗ് ആയിട്ട്, പ്രൈമറി ടെസ്റ്റിംഗ് ആയിട്ട് ക്യാമറാസ് അല്ലെങ്കിൽ തെർമൽ സ്കാനിങ് ഒക്കെ ചെയ്യാറുണ്ട് വിത്തൗട്ട് ഫിസിക്കൽ കോണ്ടാക്ട്സ്. നെക്സ്റ്റ് വണ്ണാണ് സിഗ്നൽ കണ്ടീഷൻ. ഈ കിട്ടുന്ന സിഗ്നൽസിനെ നമ്മൾ ആംപ്ലിഫിക്കേഷൻ, ട്രാൻസ്ഡ്യൂസർ എക്സൈറ്റേഷൻ, ലീനിയറൈസേഷൻ അങ്ങനെയുള്ള പല പല പ്രോസസ്സ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ അനലോഗ് സിഗ്നലിനെ നമ്മൾ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റും. നമ്മുടെ മൈക്രോ പ്രോസസ്സറിന് ഓർ മൈക്രോ കൺട്രോളറിന് ഡിജിറ്റൽ സിഗ്നൽസിന് മാത്രമേ പ്രോസസ്സ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെൻസർ ഇൻ്റർഫേസ് മെയിനായിട്ട് 2 ടൈപ്പ് ഉണ്ട്. വയേർഡും ഉണ്ട്, വയർലെസ്സും ഉണ്ട്. വയേർഡ് നമുക്കറിയാം, നമ്മുടെ കേബിൾസ് ആയിരിക്കും, സ്റ്റാൻഡേർഡ് പാരലൽ ഇൻ്റർഫേസസ്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. വയർലെസ് എന്ന് പറഞ്ഞാലോ നമ്മുടെ ഫോണിലേക്ക് യൂസ് ചെയ്യുന്ന പോലെ ബ്ലൂടൂത്ത്, GPRS, GSM, വൈഫൈ, എക്സെട്ര. ഇനി പ്രോസസ്സിംഗ് മൊഡ്യൂൾ. ഓക്കെ, ഇവിടെ നമുക്ക് 2 ടൈപ്പ് പ്രോസസ്സിംഗ് ഉണ്ട്. അനലിറ്റിക് പ്രോസസ്സിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നിക്സ്. ഇങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്? മൈക്രോ പ്രോസസ്സേഴ്സ് ഓർ മൈക്രോ കൺട്രോളേഴ്സ് ആയിരിക്കും. ഓക്കെ, അനലിറ്റിക് പ്രോസസ്സിംഗ് ഇതെന്ന് പറയുന്നത് നമ്മുടെ പഴയ ടൈപ്പുള്ള അനാലിസിസ് ആണ്. അതായത് സ്പെക്ട്രൽ അനാലിസിസ്, ഫിൽറ്ററിങ്, വിൻഡോവിങ്, ട്രാൻസ്ഫോംസ്, പീക്ക് ഡിറ്റക്ഷൻ, കർവ് ഫിറ്റിംഗ്, എക്സെട്ര ആയിരിക്കും. ഓക്കെ, ഇൻ artificial intelligence techniques means what? It consists of new technology, by means neural networks, fuzzy logic and expert system,
അതൊക്കെയാണ്. അതെന്ന് പറഞ്ഞാൽ ഹൗ ഹ്യൂമൻ തിങ്സ്, ദാറ്റ്സ് ദ ബേസിക് ഫണ്ടമെൻ്റൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നിക്. മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ ഡേറ്റ അനലൈസ് ചെയ്യുന്നു, അതേ ഐഡിയ തന്നെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇതുവരെയുള്ള പ്രീവിയസ് ഡേറ്റയെല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് ആ ഡേറ്റ വെച്ചാണ് പുതിയൊരു പ്രോബ്ലം കിട്ടുകയാണെങ്കിൽ അതിനെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഡേറ്റാബേസ് ഇൻ്റർഫേസ്. Computerized instrumentation allows measured data to be stored for offline processing or records. നമ്മൾ ഡേറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. എന്തിനാണ്? നമുക്കിതിപ്പോൾ ഓഫ്ലൈൻ ആയാലും ശരി നമുക്കതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിൻ്റെ ടെക്നോളജീസാണ് സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. പ്രൊവൈഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ഡേറ്റ ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ഇൻസർഷൻ, അപ്ഡേറ്റ്, ഡിലീഷൻ, സെലക്ഷൻ ഓർ പ്രോസസ്സിംഗ് ഓഫ് ദ ഡേറ്റാസ് എക്സെട്ര. Okay, this figure shows biomedical applications of virtual instrumentation. Here we can take an example of patient with physician. Okay, നമുക്കറിയാം ഇപ്പോഴും നമ്മളാണ് ഡോക്ടറുടെ അടുത്ത് പോവുകയാണ്, എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അവിടെ പോയി ഡോക്ടറെ കാണാറുണ്ട്. ഇൻ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അവർ കംപ്ലീറ്റ് ഹ്യൂമൻ ബോഡി ഈസ് അനലൈസ്ഡ് ബൈ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റ്. Different types of instruments or devices are connected in our body, and it is connected to virtual instrument. The physician can analyze these informations through virtual instruments. So ആ ഡോക്ടർ എടുക്കുന്ന തീരുമാനം ആക്യുറസി കൂടാൻ ഇതുമൂലം സാധിക്കും. കാരണം ഇറ്റ് ഈസ് അനലൈസ്ഡ് ബൈ കമ്പ്യൂട്ടർ. സോ കമ്പ്യൂട്ടർ ക്യാൻ അനലൈസ് ഈച്ച് ആൻഡ് എവരി പോയിൻറ്റ്സ്, സ്മോൾ പോയിൻറ്റ്സ് ഓഫ് ഹ്യൂമൻ ബോഡി. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിൽ ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഏതെങ്കിലും വേരിയേഷൻസോ ബ്ലഡ് പ്രഷറോ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ. ലോവർ കോസ്റ്റ്, ഈസി ടു യൂസ്, പോർട്ടബിലിറ്റി, ഇൻക്രീസസ് യൂട്ടിലിറ്റി കമ്പ്യൂട്ടർ, ഫ്ലെക്സിബിലിറ്റി എക്സെട്ര. ബട്ട് ദർ ആർ സം ഡിസ്അഡ്വാൻറ്റേജസ്. മെയിനായിട്ടുള്ളത് ഇതിൻ്റെ സെക്യൂരിറ്റിയാണ്. ഇതിൻ്റെ ഡേറ്റ എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ടാണ് പോകുന്നത്. സോ ദി ഇൻഫർമേഷൻ ഈസ് നോട്ട് സെക്യൂർഡ്. പിന്നെ പവർ കൺസപ്ഷൻ ഇതിൽ കൂടുതലായിരിക്കും. കാരണം പല ഡിവൈസസ് ആയിരിക്കും അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ ദി മെയിൻ കമ്പാരിസൺ ബിറ്റ്വീൻ ട്രഡീഷണൽ ആൻഡ് വിർച്വൽ ഇൻസ്ട്രുമെൻറ്റ്സ്. Okay, traditional instruments, it is vendor defined one. Okay, it is function specific, standalone with limited connectivity etc. Hardware is the key, expensive, closed, fixed functionality etc. In virtual instruments എന്താണ് യൂസർ ഡിഫൈൻഡ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ പ്രോഗ്രാം. ഓക്കെ, യൂസർ ഫ്രണ്ട്ലി ആണ് ആ പ്രോഗ്രാം. സോ വി ക്യാൻ എഡിറ്റ് ദാറ്റ്. സോഫ്റ്റ്വെയർ is the main key. Then lower cost, reusable etc. etc. So this is the architecture of traditional instrument and virtual instrument. So we can see in traditional instrument the main blocks are embedded processor, measurement subsystem, fixed user interface etc. In virtual instrument, virtual development software, PC processor, measurement subsystem,